ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുകയാണെങ്കിൽ അപ്പോൾ അവരെല്ലാവരും ഒന്ന് നമ്മുടെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാകുമ്പോൾ ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമ്മുടെ ദേവുട്ടി പറിക്കണത് ചേനപ്പൂവാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ചേനപ്പൂവിൻ്റെ ഒരു മസാലക്കറി വെക്കാനാണ്. അപ്പോൾ ഒരു 4-5 കൊല്ലമായി ചേന പറിച്ചിട്ട്, അതുകൊണ്ട് തന്നെ അത് അത്യാവശ്യം വലിയ ചേനപ്പൂവായിരുന്നു. അപ്പോൾ നമ്മളിതിന്ന് തേങ്ങ വറുത്തരച്ചിട്ട് മസാലക്കറി വെക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാനത് ചേനപ്പൂവ് നന്നായി കഴുകി വൃത്തിയാക്കി, എന്നിട്ട് നന്നായിട്ട് ചെറുതാക്കി അരിഞ്ഞു. അപ്പോൾ അത് അരിഞ്ഞപ്പോൾ നോക്കുമ്പോൾ കുറച്ചേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ 2 ഉരുളൻകിഴങ്ങ് എടുത്തു. എന്നിട്ട് ഒരു മുറി തേങ്ങ നന്നായി വറുത്തു. അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് പെരിഞ്ചീരകമാണ് ഇട്ടത്. എന്നിട്ട് ഒരു ബ്രൗൺ നിറമാകുമ്പോൾ നമ്മൾ മസാലകളായ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ചിക്കൻ മസാല ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുത്തു. എന്നിട്ട് നമ്മൾ അതേ ചട്ടിയിൽ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഇഞ്ചിയൊക്കെ നന്നായിട്ട് വാട്ടിയെടുക്കുകയാണ്. പണ്ട് ഞാൻ വീട്ടിലുള്ളപ്പോഴായിരുന്നു എൻ്റെ അച്ഛൻ അവിടെ പാടത്തൊക്കെ ചേനയൊക്കെ നട്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പൂവൊക്കെ കിട്ടിയിട്ടാണ് അന്ന് കഴിച്ചതിൻ്റെ ഒരു ഓർമ്മയായിരുന്നു. ഇപ്പം അടുത്തൊന്നും ഞാൻ ചേനപ്പൂവൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ദേവുവിനൊക്കെ ഈ ചേനപ്പൂ കണ്ടപ്പോൾ ഇത് എന്ത് സാധനമാണെന്നുള്ളൊരു ഇതായിരുന്നു. ഇന്നത്തെ അധികം ആൾക്കാർക്കൊന്നും ഈ ചേനപ്പൂവും ചേന അറിയാം, ചേനപ്പൂവൊന്നും കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ഞങ്ങൾ ഇന്ന് അതൊരു മസാലക്കറിയുടെ രൂപത്തിൽ അവളുണ്ടായിരുന്നു എടുത്തുണ്ടാക്കുമ്പോൾ. അപ്പോൾ നന്നായി കഴുകി വൃത്തിയാക്കിയ ചേനപ്പൂവ് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് കഴുകിയത്. അത് നമുക്ക് ഈ ചട്ടിയിലേക്ക് നേരിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കാം. എന്നിട്ട് അടച്ച് വെച്ചിട്ട് വേവിക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് ഉടയാൻ പാടില്ല. അപ്പോഴേക്ക് നമ്മൾ ഈ വറുത്ത് വെച്ച തേങ്ങ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. അത് കുറച്ച് കഴിയുമ്പോൾ ഒരു 10 മിനിറ്റ് അത് വേവിച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മളുടെ ഉരുളൻകിഴങ്ങും ചേനപ്പൂവും ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് നമ്മുടെ അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ വോയിസ് കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഇടയിൽ നന്ദുമോൻ്റെ സൗണ്ടാണ് കേട്ടോ കേൾക്കുന്നത്. അവ ഇടയ്ക്ക് ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ അല്ലാതെ പറയാനും പറ്റില്ല. ഏത് നേരം ഞാൻ അവൻ്റെ കൂടെയല്ലേ നടക്കുന്നത്. അപ്പോൾ നമ്മുടെ അരപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് ചിക്കൻ മസാല ഇല്ലയെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് താളിച്ചതിൽ ഒഴിക്കുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മുടെ മസാലക്കറി റെഡിയായി. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമാകുമ്പോൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ മസാലക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഉച്ചയ്ക്ക് ചോറിന് പറഞ്ഞിട്ടാണ് ഉണ്ടാക്കിയത്. പക്ഷേ രാവിലെ ഇഡ്ഡലിയുടെ ഒപ്പം കഴിച്ചപ്പോൾ തന്നെ നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ നമുക്കിത് പലഹാരത്തിൻ്റെ കൂടെയും കഴിക്കാം കേട്ടോ. സൂപ്പറാണ്.